ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് റമദാൻ്റെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ചെറിയൊരു ബർത്ത്ഡേ വിശേഷം, തീരെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഒന്നും സ്പെഷ്യലായിട്ട് പ്രോഗ്രാംസ് ഒന്നും നടത്തിയിട്ടില്ല, ആരെയും വിളിച്ചിട്ടോ ഒന്നുമില്ല. കാരണം നോമ്പല്ലേ, എല്ലാവർക്കും വരലും ബർത്ത്ഡേ കഴിക്കലൊക്കെ ബുദ്ധിമുട്ടാണെന്ന് കരുതിക്കൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡ് വാങ്ങിയിട്ട്, ഫുഡും ഓനിക്ക് കേക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ മാത്രം ഒന്ന് ഇതാക്കിനിട്ടാ. പിന്നെ അപ്പം ബാക്കിയുള്ള വീഡിയോകളോ ഫുഡിൻ്റെ വീഡിയോ അങ്ങനത്തെ ഒന്നും എടുക്കാൻ ഞാനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. 6ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതുവരെയുള്ള ബർത്ത്ഡേ എല്ലാം അൽഹംദുലില്ലാ നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇത് മാത്രമാണ് നോമ്പായല്ലേ, അപ്പോൾ പിന്നെ ബർത്ത്ഡേ കഴിക്കണ്ടെന്ന് കരുതി. പിന്നെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിന്, അത് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പുറത്തപ്പുറത്തൊക്കെയുള്ള അയൽവാസികൾക്കൊക്കെ എത്തിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് ഞാനത് പാക്ക് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തേക്കാണ് കേട്ടോ. ഇന്ന് പിന്നെ സ്കൂളുമില്ലല്ലോ. സ്കൂളുണ്ടെങ്കിൽ പിന്നെയും ബർത്ത്ഡേ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ, എന്തെങ്കിലും സ്പെഷ്യലാക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ. പിന്നെ എന്താ, ഈവനിങ് സ്നാക്കും നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ആക്കിയിട്ടുണ്ടായിട്ടില്ല. അതിന് ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന്. ഇക്കാൻ്റെ അനിയൻ വരുന്ന സമയത്ത് ഫ്രൈഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിന്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോമ്പ് മുറിക്കുന്നതിന് മുമ്പേ കിട്ടിയിട്ടാകുമ്പോൾ എങ്ങനെയാ നോമ്പിൻ്റെ സമയമാകുമ്പോഴേക്ക് ഇത് ആകെ നല്ല ക്രിസ്പി ഉള്ളത് ഫുള്ള് തണിഞ്ഞ് പോവില്ലേ. പക്ഷെ മക്കളെല്ലാം ചൂടോടെ തന്നെ കൊടുത്ത്. ഞാനല്ലെങ്കിൽ വൈകുന്നേരം ഇപ്പം നോമ്പായപ്പിന്നെ ചായ കൊടുക്കലില്ല, ഒന്നിച്ചെന്നെ നോമ്പ് കുറിക്കലാണ്. പക്ഷേ ഇതിങ്ങനെയുള്ളതായതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ നേരത്തെ കഴിച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. നമുക്ക് പിന്നെ കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ടായിന്. പിന്നെ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്, ഇവിടെ അടുത്തുള്ള ഒരു ഹോം ബേക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിന്. ആ തീമിലൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ തീമിൽ ചെയ്ത് തന്നിട്ടുണ്ടായിന്. നല്ല അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. കറക്റ്റ് ഫോട്ടോ എടുക്കാനൊന്നും ഇവർ സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ല. ആ കേക്ക് കണ്ടാൽ പിന്നെ മക്കളെ അവസ്ഥ അറിയാമല്ലോ, ഫുൾ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പിന്നെ കസിൻസ് ഓനും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു. അത്ര ഇല്ലൂട്ടാ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, പായസം വെക്കലോ ബിരിയാണി വെക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. പിന്നെ രാത്രിയത്തെ ഫുഡും പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കൊണ്ടെന്നാണ് കേട്ടോ. പൊറോട്ട അൽഫാമൊക്കെ വാങ്ങിയിട്ടുണ്ടായിന്. നോമ്പ് മുറിച്ചുകൊണ്ട് ആർക്കും ഒന്നും വേണ്ടി വന്നിട്ടില്ല. മക്കൾ കുറച്ച് തിന്നല്ലാണ്ട് ബാക്കി അതെല്ലാം അതേപോലെ അവിടെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാ അതിപ്പോൾ ഇന്നത്തെ ഞാനിപ്പോൾ ചെയ്യുന്നത് നോമ്പ് 7ാമത്തെ വീഡിയോ അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ എന്തെങ്കിലും റെസിപ്പി ആയിട്ട് കളയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും റെസിപ്പി ആയിട്ട് അത് ഉപയോഗിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പുതിയ വീഡിയോസും വ്ളോഗ്സായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാ.